മീഡിയ വൺ ചാനലിലെ മാധ്യമപ്രവർത്തകയോട് അപമര്യാദയെ പെരുമാറിയെന്ന പരാതിയിൽ സുരേഷ് ഗോപിക്കെതിരെ പോലീസ് ഗുരുതര വകുപ്പുകൾ ചുമത്തി. കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. മാധ്യമപ്രവർത്തകയുടെ ശരീരത്തിൽ സുരേഷ് ഗോപി മനഃപൂർവ്വം സ്പർശിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയ്ക്കെതിരെ ലൈംഗികോദ്ദേശത്തോടുകൂടിയുള്ള ബോധപൂർവമായ അതിക്രമം നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. മാധ്യമപ്രവർത്തകരുടെ പരാതിയെ സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിൽ സാക്ഷിമൊഴികളും വീഡിയോ ദൃശ്യങ്ങളുടെ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആദ്യം ചുമത്തിയ 354A വകുപ്പിന് പകരം IPC 354 തന്നെ ചുമത്താൻ പോലീസ് തീരുമാനിച്ചത്. 2 വർഷം വരെ തടവും പിഴയും ലഭിക്കാനിടയുള്ള കുറ്റമാണിത്. കേരള പോലീസ് ആക്ടിലെ 119A വകുപ്പും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തും. പൊതുസ്ഥലത്ത് സ്ത്രീയോട് മോശമായി പെരുമാറിയ കുറ്റമാണ് ഈ വകുപ്പിലുള്ളത്. അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നും കുറ്റപത്രം വൈകാതെ സമർപ്പിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ നടക്കാവ് SI ബിനുമോഹൻ പറഞ്ഞു. കൂടുതൽ വകുപ്പുകൾ ചുമത്തിയത് സുരേഷ് ഗോപിയെ CPM എത്ര ഭയക്കുന്നു എന്നതിന്റെ തെളിവാണെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ പറഞ്ഞു. സുരേഷ് ഗോപിയെ എത്ര ഭയക്കുന്നു കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 27-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സുരേഷ് ഗോപിയെ നവംബർ 15-ന് പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.